അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സ്ലെൻഡർമാൻ സ്റ്റോറി പറഞ്ഞൊരു ഗെയിമാണ്. ഇത് റോബ്ലോക്സിലാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ളൂ എനിക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആകാം. അപ്പോൾ നമ്മൾ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ളൂ എനിക്ക് ഫുൾ മോട്ടിവേഷൻ കിട്ടാം കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. നമ്മൾ ഈ ഗെയിം വെച്ചാൽ ഒരു ഫാന്റാസ്റ്റിക് ഗെയിമാണ് വെച്ചാണ്, അല്ല വെച്ചാൽ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് ഗെയിം. സ്ലെൻഡർമാൻ്റെ ഒരു ഗെയിമാണ്. നമ്മൾ ഒറ്റക്കുള്ളു ഗൈസ് ഒരു വണ്ടിയിൽ. പക്ഷേ ഒരാളും കൂടി നമ്മളിപ്പോൾ കയറിന് ഗൈസ്. പക്ഷെ ഓൻ ബാക്കടിച്ചു പോയി. എന്ത് മനസ്സല്ലേ ഗൈസ്, ബാക്കടിച്ചു പോയി ഗൈസ്. പിന്നെ നമ്മൾ ഒറ്റക്ക് കളിച്ചു, ഒറ്റക്ക് ഫിനിഷ് ആക്കും. അല്ല ടെലിപ്പോർട്ടിങ് ആയിട്ട് എന്താ ലൈക്ക് അടിച്ചാൽ നമുക്ക് എവിടെ നോക്കാം. ഇവിടെ നൈറ്റ് ഫോറസ്റ്റ് ആണ്, ഇത് ബേസ്മെൻറ്റും ആണ്. നമുക്ക് നൈറ്റ് ഫോറസ്റ്റ് കൊടുക്കാം. നൈറ്റ് ഫോറസ്റ്റ് കുറച്ചും കൂടി ഇത് നല്ല പ്യൂറായിരിക്കും. അപ്പം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഇതൊരത്തി അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് മാറ്റി. അപ്പം നമുക്ക് എന്താ അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. നമുക്ക് ശംഭു അണ്ണൻ നമ്മളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് പോയേക്കാം. ഈ ആരോമാർക്ക് കാണിച്ച സ്ഥലത്ത് കൂടെയാണ് ഈ ശംഭു അണ്ണൻ നമ്മളോട് പോകുന്നത്. അപ്പോൾ ഈ ശംഭു അണ്ണനെ ഫോളോ ചെയ്ത് നമുക്ക് ഈ ആരോമാർക്ക് കാണിച്ചിരുന്ന സ്ഥലത്ത് കൂടെ പോവാം. ഓക്കെ ഗൈസ്, ശംഭു അണ്ണൻ. ഓക്കെ, അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരെ പോയി ഇതവിടെത്തി. ഇവിടേക്ക് വീണ്ടും നമ്മളോട് റൈറ്റ് തിരിയാൻ പറഞ്ഞ് നമ്മൾ റൈറ്റ് തിരിഞ്ഞ്. പിന്നെ നമ്മൾ നേരെ പോയി എവിടെ എത്തും? ഇവിടെ വലിയൊരു കുണ്ട് ഗൈസ്. നമ്മൾ അത് വിദഗ്ധമായി അതിന്ന് ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് നേരെ പോയി ഇവിടെ എത്തുമോ ആവും. അപ്പോൾ നമ്മൾ ശംഭു അണ്ണനോട് എന്തെങ്കിലും ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ ശംഭു അണ്ണൻ പറഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്നാണ്. അതായത് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ ഈ ശംഭു അണ്ണൻ്റെ ഒക്കെ ഒരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് നേരെ മേലക്കുക. ഈ സ്റ്റെപ്പ് എന്താ കയറിയിട്ടും തീരാത്ത എന്ത് വലിയ സ്റ്റെപ്പല്ലേ ഗൈസ്. ഓഹ്, ഒന്ന് കയറിയിട്ടും തീരുന്നില്ല, ചവിട്ടിയിട്ടും പോകുന്നില്ല. ആ പാട്ട കേസ് ഓർമ്മ വരുന്നേ. നമ്മൾക്ക് ബാറ്റ് ഉണ്ട് കേസ്. സ്ലെൻഡർമാനൊക്കെ ചവിട്ടി നമ്മൾ ബാറ്റ് കൊണ്ട് ഒറ്റ സിക്സറേ കാരം കേസ്. 6 പറഞ്ഞു പൈസ കേസ്. വാട്ട്? ഓക്കെ, നമുക്ക് എന്തായാലും പോയി പൈസ എടുത്തിട്ടുണ്ട്. നമ്മളെ ശംഭു അണ്ണൻ നമ്മളെ അടുത്തേക്ക് വന്ന്. ശംഭു അണ്ണൻ മാജിക്കാരനാണ് തോന്നുന്നത്, ടെലിപ്പോർട്ട് ചെയ്താണ്ട് വന്നത്. അപ്പോൾ നമ്മളെ എലവേറ്റർ കേടായി ഗൈസ്. നമ്മളെ ശംഭു അണ്ണൻ നമുക്ക് എന്ത് പാട്ട ഹൗസല്ലേ തന്നിക്കണേ. അപ്പോൾ നമ്മളോട് പോയി അത് നന്നാക്കാൻ പറയും ശംഭു അണ്ണൻ. നമ്മളെ ലൈറ്റൊക്കെ നമ്മളെന്നെ നന്നാക്കണം. നമുക്ക് പോയി നന്നാക്കി കൊടുക്കാം. ഇനി വീണ്ടും താഴത്ത് കറങ്ങുമ്പോൾ സ്ലെൻഡർമാനെ കാണില്ല എന്ന് എനിക്കറിയില്ല. രണ്ടും കൽപ്പിച്ച് പോയേക്കാം. എന്തായാലും കാണാണെങ്കിൽ കാണട്ടെ, കണ്ടിട്ടില്ലെങ്കിൽ കാണട്ടെ. ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ കയറിയിട്ടുണ്ട്. ഇതെന്താ തുറക്കട്ടെ? തുറന്നു തോന്നുന്നു. ഇതെന്താ ചെയ്യണ്ടേ? ഇതെന്താ കാട്ടണ്ടേ? ഇതെന്താ ചെയ്യണ്ടേ? 4 കാട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇതിങ്ങനെ 1 2 അപ്പുറത്ത് 3 4. ഓക്കേ, നമ്മൾ ശരിയാക്കി. നമുക്കിന്നെ നേരെ ശംഭു അണ്ണൻ്റെ അടുത്തേക്ക് പോകും. അപ്പം ശംഭു അണ്ണൻ പറയുന്നത് നമ്മളിവിടെ സേഫാണ്. നുണച്ച് ശംഭു അണ്ണനാണ് കേസ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളിവിടെ സേഫാണ്, പിന്നെ പറഞ്ഞ് കറണ്ട് പോയില്ല.
പിന്നെ ഇതാക്കണ അറിയണേ കറണ്ട് പോയി നമ്മളെന്താ അവിടുത്തെ വേലക്കാരനാണെന്നത് ശംഭുവണ്ണൻ്റെ വിചാരം. ഒന്ന് കിടന്ന് വീണ്ടും പോയി. ഈ ശംഭുവണ്ണൻ്റെ ഒരു വീട്. ഇയാളെന്താ പറയണേ? വാട്ട്? ഇയാളെന്താ പറയണേ? നോ നോ നോ, ശംഭുവണ്ണ ചതിച്ചല്ലോ. ഇവിടെ സേഫാണെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു ഡേഞ്ചർ. ടി വി എന്തോ പോയി. ടി വി പോയ കാര്യമാണ്. ടി വി നോക്കാനാണ് നമ്മളോട് ശംഭുവണ്ണൻ പറഞ്ഞത്. നോക്കി നോക്കട്ടെ എന്തായാലും. സ്ലെൻഡർമാൻ ഗൈസ്, സ്ലെൻഡർമാൻ ഗൈസ്. ശംഭുവണ്ണന് സേഫാണ് പറഞ്ഞ ആവശ്യം വിളിച്ചാൽ പറഞ്ഞിട്ട് ഈ ശംഭുവണ്ണന് നമ്മളെവിടെ കൊല കൊടുത്തിട്ട് എങ്ങനെയാണ് വിളിച്ചത്? ഹൈഡ് ചെയ്തിട്ടുണ്ട്. ശംഭുവണ്ണ ഞാൻ കാണിച്ചു തരാം. ശംഭുവണ്ണനെ കൊണ്ട് ഇപ്പൊ വരാം. നമുക്ക് എന്തായാലും നമുക്ക് നേരിടാം ഗൈസ്. നമ്മൾ വിളിച്ചിട്ടില്ല. വന്ന് ഡോറൊക്കെ ചവിട്ടി പൊട്ടിച്ചു. ഡോറ് പൊട്ടിച്ചല്ലടാ, ഡോർ പൊട്ടിച്ചല്ല. പ്ലീസ് യു ആർ സേഫ് എന്നോ? സേഫ് അല്ലെങ്കിൽ തലമണ്ട അടിച്ച് പൊട്ടിച്ചു. ശംഭുവണ്ണ പൊട്ടിച്ചല്ലേ പ്ലീസ് പൊട്ടിച്ച്. നോ ശംഭുവണ്ണ, നിങ്ങളെ നമുക്ക് കാണിച്ചാ. നോ, കട്ടിലിൻ്റെ അടിയിൽ മാത്രം നോക്കരുത്. കട്ടിലിൻ്റെ അടിയിൽ നോക്കരുത് പ്ലീസ്. കട്ടിലിൻ്റെ അടിയിൽ നോക്കരുത്. കട്ടിലിൻ്റെ അടിയിൽ ദൈവത്തെ ഓർത്തെങ്കിലും നോക്കരുത്. കട്ടിലിൻ്റെ അടിയിൽ നോക്കരുത്. യു ആർ സേഫ് കാണിച്ചരാ. സംഭവം ഇനി എന്താ അടുത്ത കുൽമാരി? ഇവിടെ സേഫ് എന്താ? ഇവിടെ എങ്ങോട്ടാ പോകാൻ പറഞ്ഞേ? നമ്മളോട് വേറൊരു നാട്ടിൽ പോകാൻ പറഞ്ഞേ. ഇവിടെ നിൽക്കണ സേഫ് അല്ല. വേഗം നോക്കിയിട്ട് വണ്ടി കയറി വിട്ടാണ്. ഓക്കെ, വണ്ടി കയറി വിടാം. ശംഭുവണ്ണനെ കൂട്ടുണ്ടാവും. ശംഭുവണ്ണ നമ്മൾ കൊല കൊടുത്ത ശംഭുവണ്ണ. എന്നാലും ഇമാരി കൊലച്ചാതി പാടില്ല. മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വരാന്ന്. ഇനി നമുക്ക് എന്തായാലും വണ്ടിക്ക് പോവാം. ഈ ശംഭുവണ്ണനെ കൊണ്ടുപോകണ്ട. ശംഭുവണ്ണൻ വണ്ണ ആകെ പ്രശ്നമാക്കും. എന്തായാലും നമ്മൾ ടെലിപ്പോർട്ടായി പോയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ സെറ്റാണ്. ശംഭുവണ്ണൻ കൂട്ടൂല. ഇനി ഇതിലെന്തെങ്കിലും പണിയെന്നാ ഞാനും പിന്നെ അറിയില്ലേ. ശംഭുവണ്ണൻ നമ്മൾ കൊല്ലാനായിട്ട് നടക്കാം. വീണ്ടും സ്ലെൻഡർമാൻ ഇപ്പോൾ വരും. ശംഭുവണ്ണൻ ഇവിടെ സേഫാണ് പറഞ്ഞു. എന്താ പറയണേ? സേഫല്ല മോനെ, വേഗം വിട്ടോന്ന്. ഇതുപോലത്തെ കൊലച്ചതി പാടില്ല. കൊലച്ചതി ഓടിക്കോ. ഫ്ലാഷിനെക്കാട്ടിൽ വേഗത്തിൽ ഓടാ. യെല്ലോ ഫ്ലാഷ് അല്ല, ഗ്രീൻ സ്പ്ലാഷ് അല്ല, എല്ലാ സ്പ്ലാഷും ക്ലാഷും അതിനെക്കാട്ടിൽ വേഗത്തിൽ ഓടാ. പറപ്പിച്ച് വിടറോ. ഓട്. അതിൻ്റെ ഉള്ളിൽ ചാട്. യെസ്, സ്ലെൻഡർമാൻ പോയി. ജസ്റ്റിൻസ് മെച്ചി എന്നോട്ട് ഈ ചടി എന്നോട് കണ്ട ശംഭുവണ്ണ. ഞാന് ഇപ്പൊ കൊല്ലും ഗെയിമിലല്ലെങ്കിൽ കൊന്നീനി. ഇനി ഞാൻ അവിടുന്ന് വീട് കണ്ടുപിടിച്ച് എന്നോട് വീട് കണ്ടുപിടിച്ചാൽ ഞാൻ ഇനി എന്ത് തേങ്ങ കെട്ടാനാ? വീട് ഇതന്നെ ഒരു വീടാ. പുറത്തേക്ക് ഇറങ്ങിയാൽ ചാവും. ഇനിയിപ്പോൾ നമ്മളെ കൊലക്കെടുക്കാനായിട്ട് ശമ്പളം വെറുതെ നമ്മളെ കൊല്ലാനായിട്ടാണ് കേസ്. എനിക്ക് ഉറപ്പാണ്. ശമ്പളം ഒരു ദിവസം നമ്മളെ ഒരു പണി. എന്തായാലും കൂട്ടം നാട്ടന്നല്ലേ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ അപകടപ്പെട്ടനെ. ശമ്പളം എന്നാലും ഞാൻ നിങ്ങൾ ഇത്രയും സഹായിച്ചില്ലേ, എന്നിട്ട് കാര്യമല്ലല്ലോ.
പോത്തിൻ്റെ ചെവിയിൽ എങ്ങനെയാടാ വേദം എഴുതുക, അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.